അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. വഅൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. متفق عليه. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ജീവിതത്തിലുടനീളം തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവന്റെ ഭൂമിയിലെ ജീവിതത്തിൽ മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ, മറ്റുള്ളവരുമായുള്ള സമ്പർക്കങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫലകുൽ ഖൈറ, നിന്റെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയണം. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും മനസ്സ് വേദനിപ്പിക്കരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും പരിഹസിക്കരുത്. നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്താൻ പാടില്ല, പ്രത്യേകിച്ച് മാതാപിതാക്കൾ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, ഉപ്പയോടൊന്നും തട്ടിക്കയറാൻ പാടില്ല, ഉമ്മയോടൊന്നും ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മക്കളെ വേണ്ടാത്ത വർത്തമാനം, മോനെ എന്നല്ലാതെ ഇബ്ലീസ് എന്നോ പിശാചെന്നോ. മക്കൾ ഇബ്ലീസ് അല്ലല്ലോ, നമ്മുടെ മകനല്ലേ. അവനെങ്ങനെ പിശാചാകുന്നത്? അവനെങ്ങനെ ഹബുക്കാകുന്നത്? മോനെന്ന് വിളി, തെറ്റ് ചെയ്താലും മോനെന്ന് വിളി. സംസാരം കൊണ്ട് ആളുകൾ അകലാൻ പാടില്ല. ഫലകുൽ ഖൈറ, നല്ലത് മാത്രം പറയണം. ഇത് നമ്മുടെ നാവിൽ നല്ലത് വരുന്നില്ലേ, നീ മിണ്ടാതിരിക്കണം. എന്ത് സുന്ദരമായിട്ട് ഇസ്ലാം പഠിപ്പിക്കണത്. നിന്റെ നാവിൽ നിന്ന് അനാവശ്യങ്ങൾ വരുന്നുള്ളോ, ചീത്തകൾ വരുന്നുള്ളോ, മോശപ്പെട്ട വർത്തമാനങ്ങൾ വരുന്നുള്ളോ, ആളുകളെ വെറുപ്പിക്കുന്ന വർത്തമാനങ്ങൾ വരുന്നുള്ളോ, അത് മിണ്ടാതിരിക്കണം. ഈ നാവ് എടുക്കണ്ട. തൊഴിലാളിയായിരിക്കും, ദേഷ്യം വരും, ഒക്കെ ശരിയാ. നമ്മുടെ ശമ്പളം കൊടുക്കുന്ന ആളായിരിക്കാം. ആളുകളുടെ മുമ്പിൽ വെച്ച് അയാളെ ചീത്ത പറയരുത്, അയാൾ മനുഷ്യനാ. കടയിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അയാളോട് ദേഷ്യപ്പെടരുത്, അയാൾ മനുഷ്യനാ. അന്യ സംസ്ഥാന തൊഴിലാളി അവിടെ മനുഷ്യനല്ലേ, അയാൾ മനുഷ്യനാണ്. ഏൽപ്പിക്കപ്പെട്ട കാര്യം ചെയ്തില്ലേ, അയാൾക്ക് പറയാലോ, പിന്നെ പറയാം. വിളിച്ചിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് സാധനം കൊടുക്കണമെന്ന്, എന്ന് സൗമ്യമായി ലളിതമായി ഒന്ന് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നോക്കിക്കേ, അയാൾ അംഗീകരിക്കും. അല്ലാതെ നാലാളുണ്ടാകുമ്പോ നമുക്കറിയാലോ, നാലാളുണ്ടാകുമ്പോ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോ, വഴക്ക് പറയുമ്പോ, ചീത്ത പറയുമ്പോ നമ്മുടെ ശബ്ദം ഉയരും, ഇല്ലേ? അങ്ങനെയാണ് ഈ നാലാളെ കേൾപ്പിക്കാൻ വേണ്ടി. എന്തിന്? യാതൊരു നേട്ടവുമില്ല, യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വിശ്വാസിയാണോ? മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഖബറിൽ കിടക്കണ്ടേ? ഖബറിൽ പോയി കിടക്കണ്ടേ നമ്മൾ? എങ്ങനെയാണെങ്കിലും നമ്മുടെ സംസാരം കൊണ്ട് ഒരാളെ വെറുപ്പിച്ചാൽ, എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മളുമായി പിണങ്ങിയ ഒരാള്, നമ്മളുമായി വെറുത്ത ഒരാള്, നമ്മുടെ സംസാരം കൊണ്ട് വെറുത്ത ഒരാള്, നമ്മളുമായി ബന്ധമില്ലാതാക്കിയ ഒരാൾ. എന്താ കാരണം? നമ്മുടെ സമീപനം കൊണ്ട് ബന്ധം ഇല്ലാതാക്കിയത്. നമ്മൾ പറയാറില്ല, അയാളോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, പ്രധാന വർത്തമാനമാണ്. അയാളോട് മിണ്ടാൻ പറ്റത്തില്ല, അയാളുടെ സംസാരം മോശമാണ്. എന്തിന്?
അങ്ങനത്തെ ഒരാള് നമ്മുടെ മയ്യത്ത് കാണാൻ വരരുത്. അതുകൊണ്ട് ചെറിയ ജീവിതമുള്ളൂ. നമ്മുടെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടാൽ എന്തിന് അഭിപ്രായം പറയണം? ഇതങ്ങോട്ട് കയറി വെറുതെ ഇടിച്ചു കയറി അഭിപ്രായം പറയും, എന്നിട്ട് തർക്കമാകും, ബഹളമാകും. എന്തിന്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ മുസ്ലിമീങ്ങളാ, മുഅ്മിനീങ്ങളാ, തഖ്വയുള്ളവരാ, ഈമാനുള്ളവരാ, അല്ലാഹനെ പേടിക്കുന്നവരാ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ. പരലോകത്തിന് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ. നാവ് തന്നത് പടച്ചവനാണ്. നിന്റെ നാവിനെ അല്ലാഹു ചോദ്യം ചെയ്യും. ഖുർആൻ പറഞ്ഞല്ലോ, നിന്നെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. സംസാരം കൊണ്ട് സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കണം. സംസാരം കൊണ്ട് നല്ല അടുപ്പം ഉണ്ടാക്കണം. സംസാരം കൊണ്ട് സൗഹാർദ്ദങ്ങൾ ഉണ്ടാക്കണം. സംസാരം കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്, ഒരാളെയും അകറ്റിക്കളയരുത്. നല്ലവരായി ജീവിക്കുക. റഹ്മാനായ റബ്ബ് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ്. റഹ്മാനായ അല്ലാഹ് അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ദുആ ആ ഖബറിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും കുടുംബാദികൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ വാഹനത്തിലും അല്ലാതെയും ഒക്കെ സഞ്ചരിക്കുന്നവരാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ആപത്തുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പടച്ചവൻ, ഞങ്ങളുടെ മക്കളൊക്കെ വാഹനത്തിലും അല്ലാതെ സ്കൂളിൽ പോകുന്നവരാ. റഹ്മാനായ അല്ലാഹ്, ആപത്തുകളെ തൊട്ട് ഞങ്ങളുടെ എല്ലാ മക്കളെയും നീ കാക്കണേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. പരിപൂർണമായ ശുഭ നൽകണേ റഹ്മാനെ. മാരക രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരുന്ന കച്ചവടം തരല്ല റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മയ്യത്ത് നീ കടമുള്ള മയ്യത്താക്കല്ല റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر ولوالدي رب ارحمهما كما ربونا صغارا. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.